രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പ്രതിഷേധം കനക്കുകയാണ്. MLA സ്ഥാനം രാജിവെക്കണമെന്ന് BJP ആവശ്യപ്പെടുമ്പോൾ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സംഘടിപ്പിച്ച ലോങ് മാർച്ച് അടക്കം ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് നടക്കിയിരുന്ന ലോങ് മാർച്ച് ഉദ്ഘാടനം ചെയ്യേണ്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. ഉദ്ഘാടകനെ സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടായിരുന്നില്ല എന്ന ന്യായീകരണമാണ് അല്ലെങ്കിൽ ഔദ്യോഗിക വിശദീകരണമാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളതാണ്. വിവരങ്ങളുമായി സാനു അവിടെ ഉണ്ട്. സാനു, എന്തായാലും ലോങ് മാർച്ച് തൽക്കാലത്തേക്ക് മാറ്റി, ഞങ്ങൾ ഉദ്ഘാടകനെയൊന്നും നിശ്ചയിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും കാര്യങ്ങളുടെ നിജസ്ഥിതി പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ഇങ്ങനെ ഒരു വ്യക്തിയാണോ MLA കസേരയിൽ ഇരിക്കേണ്ടത് സാനു? രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഈ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇന്നും പാലക്കാട് തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ BJP ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലാണ്. ഈ ആരോപണം ഉയർന്നു വന്നതിന് തൊട്ടു പിന്നാലെ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കണം, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് BJP-യാണ്. അതിനുശേഷം ഇന്നലെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്നലെ MLA ഓഫീസിലേക്ക് കോഴിയുമായിട്ട് മാർച്ച് നടത്തുകയും തുടർന്ന് DYFI അടക്കമുള്ള സംഘടനകളും ഈ രാഹുൽ മാങ്കൂട്ടം MLA-യുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകിട്ട് BJP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുവിചാരണ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകൾക്കെതിരെ തുടർച്ചയായിട്ട് അക്രമം നടത്തുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പരസ്യമായിട്ട് വിചാരണ ചെയ്യുന്ന, പ്രതീകാത്മകമായിട്ട് വിചാരണ ചെയ്യുന്ന ഒരു സമരവും BJP-യുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂരിൽ ഈ വോട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിപാടി ലോങ് മാർച്ച് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നു. എന്തായാലും ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് നിശ്ചയിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടമാണ്. ആ ലോങ് മാർച്ചിൽ മുഴുനീളം പങ്കെടുക്കേണ്ട ഒരു നേതാവ് രാഹുൽ മാങ്കൂട്ടമാണ്. എന്തായാലും ഈ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ ലോങ് മാർച്ച് തന്നെ യൂത്ത് കോൺഗ്രസ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. പിന്നീട് അതിന്റെ തീയതി അറിയിക്കാം, അടുത്ത ഉദ്ഘാടകൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നതിന് ശേഷം പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസും തടി തപ്പുകയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് യൂത്ത് കോൺഗ്രസിൽ ഉരുണ്ടുകൂടിയിരുന്ന കല്ലുകടി അത് ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസിലെ അധികാര വടംവലിയും പുറത്തേക്ക് വന്നിരിക്കുന്നു. അതൊരു പൊട്ടിത്തെറിയായിട്ട് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമായിട്ട് ഇതിനെ ഇപ്പോൾ കാണാൻ സാധിക്കില്ല. ആ പ്രശ്നം കോൺഗ്രസ് നേതൃത്വത്തിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഈ ഒരു ആരോപണങ്ങളും അല്ലെങ്കിൽ ഇത്തരം പരാതികളെല്ലാം പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. അദ്ദേഹം അതിൽ കൃത്യമായിട്ട് ഇടപെട്ടിട്ടില്ല എന്നൊരു ആരോപണവും ഈ ഇരകളടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മുൻ MLA പാലക്കാട് MLA ആയിട്ടുള്ള ഷാഫി പറമ്പിലും നിലവിലെ വടകര MP ആയിട്ടുള്ള ഷാഫി പറമ്പിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി പരാതികൾ ഈ സ്ത്രീകൾ നൽകിയിട്ടുണ്ട്. അത് കോൺഗ്രസ് നേതൃത്വത്തിലെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലുണ്ടായിരുന്ന സ്ത്രീകൾ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പതിവായിട്ട് ഈ ഷാഫി പറമ്പിലിന് പരാതി നൽകിയിരുന്നു. ഇത്തരം പരാതികളൊന്നും നടപടിയെടുക്കാതെ പൂഴ്ത്തിവെക്കുന്ന നിലയിലേക്ക് ഷാഫി പറമ്പിലും മാറി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ആരോപണം വരുന്നതിനൊപ്പം തന്നെ ഷാഫി പറമ്പിലും പ്രതിക്കൂട്ടിലാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഒപ്പം പ്രതിപക്ഷ നേതാവും ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിലാവുന്നു. KPCC അധ്യക്ഷനടക്കം ഇതിൽ പ്രതിക്കൂട്ടിലാവുന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. സത്യത്തിൽ ഈ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പ്രതിരോധത്തിൽ ഉഴലുകയാണ്. നേതൃത്വം ഒന്നാകെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊള്ളാനും വയ്യ തള്ളാനും വയ്യാത്ത നിലയിലേക്ക് മാറുന്ന ഒരു നിലയിലേക്ക് മാറുന്നു. ഒപ്പം തന്നെ ഇന്നും വരും ദിവസങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിന് രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ തുടരുമെന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പ്രതിഷേധം കടുക്കുമ്പോൾ നവ്യ ഹരിദാസിനെ പോലുള്ളവർ പറയുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാലക്കാട് കാലുകുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നു. ആ രീതിയിലൊക്കെ പ്രതിഷേധം മറ്റൊരു തലത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അടൂരിലാണ് രാഹുൽ ഉണ്ടായിരുന്നത്. ഈ പാലക്കാട് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ എന്താണ് പറയുന്നത്? കാരണം കഴിഞ്ഞ ദിവസം ഈ സംഭവം കൈവിട്ട് പോകുന്നു എന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ അവർ പ്രതികരിക്കാനും തയ്യാറായി. തെറ്റുകാരനാണ് എങ്കിൽ അനുഭവിക്കട്ടെ എന്നുള്ളൊരു മട്ടിലൊക്കെ പ്രതികരണവുമായി എത്തി, ന്യായീകരണങ്ങൾ നിരത്തി. ഇപ്പോൾ അവർ എന്താണ്, അവരുടെ അടക്കം പറച്ചിലുകൾ എന്താണ് സാനു?
അതാണ് ഈ അധികാര വടംവലി എന്ന് തന്നെ. അതായത് രാഹുൽ മാങ്കൂട്ടം മാറിക്കഴിഞ്ഞാൽ അടുത്ത അധികാരം ആർക്ക് എന്നുള്ള നിലയിലേക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉടൻ തന്നെ പൊടുന്നനെ തന്നെ അതിൻ്റെ ഒരു ചർച്ച ഉണ്ടായിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് രാഹുൽ മാങ്കൂട്ടം മാറുന്നു, പുതിയൊരാൾ അധികാരത്തിലേക്ക് വരുന്നു. ഒപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന തുടർച്ചയായിട്ടുള്ള ആരോപണങ്ങൾ, അതും സ്ത്രീ വിഷയത്തിലുള്ള ആരോപണങ്ങൾ, അത് നേതൃത്വത്തിലുള്ള എല്ലാവർക്കും അറിയാം എന്ന് തന്നെ. അതായത് യൂത്ത് കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകൻ മുതൽ മുകളിലേക്ക് വരുന്ന എല്ലാവർക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ടേസ്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടുള്ള ചർച്ചകളാണ്, അത്തരത്തിലുള്ള ചർച്ചകളാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലടക്കം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുമ്പോൾ മറ്റൊരു വിഭാഗം പറയുന്നത് ഇത്തരം പുഴുക്കുത്തുകളെ, ഇത്തരം കളകളെ പിഴുതെറിയണം, പറിച്ചെറിയണം എന്നടക്കമുള്ള കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലടക്കം ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടു, അതായത് MLA കസേരയിൽ ഇങ്ങനെ ഒരു വ്യക്തി ഇരിക്കാൻ അർഹനല്ല, രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധം കടുക്കും എന്നുള്ളത് തന്നെയാണ്.